ഹലോ. ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു PR ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതും എല്ലാരും കാത്തിരുന്ന RCIP ആണ്. RCIP എന്ന് പറഞ്ഞാൽ RNIPനെ പറ്റി അറിയില്ലാത്തവർ വളരെയധികം കുറവായിരിക്കുമല്ലോ. അപ്പൊ RNIP നിർത്തലാക്കി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ നിരാശരായവരാണ്. അപ്പൊ എന്നാൽ RNIPക്ക് പകരമായിട്ട് അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള പ്രോഗ്രാമാണ് RCIP. RCIP അഥവാ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം. അപ്പൊ നമുക്ക് അതെന്താന്ന് നോക്കാം. അപ്പൊ നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീച്ച് ആവുന്നതായിരിക്കും. കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ RCIP പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 2024 അതായത് നമുക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ RNIP എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് RCIP. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം 5 വർഷത്തോളം ഈ പ്രോഗ്രാം ഉണ്ടാകും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2750ഓളം ഇൻവിറ്റേഷൻസ് ആണ് ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2750ഓളം ആപ്ലിക്കേഷൻസ് ഇവർ വർഷാവർഷം പ്രോസസ് ചെയ്ത് നമുക്ക് PR എന്ന സ്വപ്നം സാധ്യമാക്കി തരുന്നുണ്ട്. RCIP കൂടാതെ മറ്റ് 3 PR പ്രോഗ്രാംസും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വർഷം. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ന്യൂ കെയർ ഗിവർ പാത്വേ ആണ്. അതായത് നമ്മുടെ ഹോം സപ്പോർട്ട് വർക്കർ പ്രോഗ്രാം അതുപോലെ ഹോം കെയർ ഗിവർ പ്രോഗ്രാമും അടങ്ങുന്ന ന്യൂ കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം. ഇത് മാർച്ച് 31, 2025 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുവഴി നമുക്ക് PR സാധ്യതകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വർക്കൗട്ട് ആകാൻ പറ്റുന്നതാണ്. അടുത്തൊരു പാത്വേ എന്ന് പറഞ്ഞാൽ സെമി സ്കിൽഡ് വർക്കർ പാത്വേ ആണ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാലോ, നമുക്കൊരു PR സെറ്റ് ആക്കണമെങ്കിൽ ഏകദേശം ഒരു Tier 0, 1, 2, 3 കാറ്റഗറി എങ്കിലും വേണമെന്ന്. അപ്പൊ അത് കൂടാതെ Tier 4, Tier 5 എന്നീ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള പാത്വേ അവര് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതാണ് സെമി സ്കിൽഡ് വർക്കർ പാത്വേ. ഇതുകൂടാതെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പാത്വേ ആണ്. ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം മെയിനായിട്ടും ക്യൂബക്കിന് പുറത്തുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഒരു 5 വർഷത്തോളം ഒരു ഡ്യൂറേഷൻ ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ. അതുമാത്രമല്ല, ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2024 ലോഞ്ച് ചെയ്തേക്കണേ. അതും മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഫ്രഞ്ച് സ്പീക്കേഴ്സിനും അതുപോലെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസിൽ നല്ല ഒരു ഗ്രേഡ് ഉള്ളവരാണ്. ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നോർത്തേൺ കമ്മ്യൂണിറ്റിയിലുള്ളവർ, റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരെയാണ്. ഇത് കൂടാതെ സെമി സ്കിൽഡ് വർക്കേഴ്സിനെയും കെയർ ഗിവേഴ്സിനെയും അതുപോലെ ഫ്രാങ്കോഫോൺ ഇമിഗ്രൻസിനെയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവർക്കുള്ള ഇൻഫർമേഷൻ കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർത്ത് ബേ ഓണ്ടാരിയോ, സഡ്ബറി ഓണ്ടാരിയോ, ടിമിൻസ് ഓണ്ടാരിയോ, തണ്ടർ ബേ ഓണ്ടാരിയോ, മൂസ്ജോ, സസ്കാച്ചുവൻ. പിന്നെ ഉള്ളത് പിക്ചോ കൗണ്ടി നൊവാസ്കോഷ്യ, പിന്നെ സോൾസിമേരി ഓണ്ടാരിയോ, പിന്നെ സ്റ്റെയിൻബാക്ക് മാൻറ്റോബ, ആൽട്ടോണ റൈൻലാൻഡ് മാൻറ്റോബ, ബ്രാൻഡൻ മാൻറ്റോബ, ക്ലാരിഷോം ആൽബർട്ട, വെസ്റ്റ് ക്യൂട്ടണി ബ്രിട്ടീഷ് കൊളംബിയ, നോർത്ത് ഒക്കനാഗൻ ഷെഷ്വാപ്പ് ബ്രിട്ടീഷ് കൊളംബിയ, പിന്നെ പീസ് ലിയാർഡ് ബ്രിട്ടീഷ് കൊളംബിയ. ഇത്രയുമാണ് നമുക്ക് RCIPയിൽ വരുന്ന കമ്മ്യൂണിറ്റീസ്. ഇനി നമുക്ക് ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കമ്മ്യൂണിറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുള്ളത് അക്കാഡിയൻ പെനിൻസുല, ന്യൂ ബ്രോൺസ്വിക്ക്, സഡ്ബറി ഓണ്ടാരിയോ ആൻഡ് ടിമിൻസ് ഓണ്ടാരിയോ, പിന്നെ സുപ്പീരിയർ ഈസ്റ്റ് റീജിയൻ ഓണ്ടാരിയോ, പിന്നെ സെന്റ് പിയറി ജോലിസ് മാൻറ്റോബ, പിന്നെ കെലോണ ബ്രിട്ടീഷ് കൊളംബിയ. ഇത്രയുമാണ് ടോട്ടലി RCIPയിലും ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റിയിലും വരുന്ന കമ്മ്യൂണിറ്റീസ്. RCIPയിലും അതുപോലെ FCIPയിലും നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽ പറഞ്ഞ കമ്മ്യൂണിറ്റീസിൽ നിന്നും നമുക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ ലെറ്റർ വേണം. അത് 6 months to 12 months ഉള്ളതാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി സ്ട്രോങ് ആയത്. എനിക്കാണെങ്കിലും ഇനി ഫോറിൻ വർക്ക് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് വലിയ സീനില്ല. അതിൻ്റെ കൂടെ അതിൽ ഓൺലൈൻ ട്രെയിനിങ് കൂടി ഉള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജസ് പ്രൊഫഷൻസും കൂടി ഉള്ളതാണെങ്കിൽ നമുക്ക് PR നല്ല സ്ട്രോങ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലൊക്കെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, സ്കിൽ ട്രേഡ്സ്, IT. ഈ 4മാണ് ഒരു പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ RCIP, FCIP കമ്മ്യൂണിറ്റീസ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ 4 ഫീൽഡ്സിലുള്ളവർക്കാണ് മാക്സിമം മുൻഗണനയും അവർക്കാണ് PR ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതും അതിൽ ഓൺലൈൻ ട്രെയിനിങ് ഉള്ളവരും അതുപോലെ മാക്സിമം CR സ്കോർ ഉള്ളവരാണെങ്കിൽ എന്തായാലും അവർക്ക് PR ഇവിടെ വന്ന് സെറ്റ് ആവാൻ സാധിക്കും.
പിന്നെ നമ്മുടെ അതായത് PR കിട്ടുന്ന നമ്മുടെ സ്കോപ്പ് കൂട്ടാനായിട്ടുള്ള വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എത്രയും കൂടുതൽ നമുക്ക് IELTS സ്കോർ കൂട്ടാൻ പറ്റുമോ അത്രയും നമ്മൾ കൂട്ടുക. പിന്നെ അത് കൂടാതെ തന്നെ IELTSന്റെ കൂടെ തന്നെ ഫ്രഞ്ച് ചെയ്യാൻ പറ്റുന്നവർ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കൂടും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ, അതായത് ഫോറിൻ എഡ്യൂക്കേഷൻ എന്താണോ അത് നമ്മുടെ ഇവിടെ കാനഡയിലെ എഡ്യൂക്കേഷനായിട്ട് ഈക്വലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അതായത് വെസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. വെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ വെസ് ചെയ്യുന്ന വഴി നമ്മുടെ ഏത് നാട്ടിലാണോ നമ്മൾ പഠിച്ചത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാനഡയോട് ഈക്വലൈസ് ചെയ്യുന്ന പരിപാടിയാണിത്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കാനഡയിലെ NOC ഡിമാൻഡ്സ് അനുസരിച്ച് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് ഹിസ്റ്ററി നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്രത്തോളം സ്കില്ലുകൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതും ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ടിയർ അല്ലെങ്കിൽ NOC കാറ്റഗറിയിലെ ഡിമാൻഡ്സ് അറിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കമ്മ്യൂണിറ്റിയിലും RCIPയിലും FCIPയിലും എംപ്ലോയേഴ്സായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുക. അവരെ നന്നായി കോൺടാക്ട് ചെയ്ത് നമ്മൾ അവർക്ക് എന്താണോ പ്രൊഫഷൻ അതുപോലെ എന്താണോ അവരുടെ അടുത്ത് ജോബ് മാർക്കറ്റിൽ വേക്കൻസി ഉള്ളതെന്ന് മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യണം. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഏജിൽ ചിലപ്പോൾ വ്യത്യാസം വരും. അതായത് 30+ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏജ് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ലെവൽ നമുക്ക് കൂടാനും ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഒരാൾ ഇപ്പോൾ ഒരു RCIPയോ അല്ലെങ്കിൽ FCIPയോ ഒക്കെ ഒരു ഇതിൽ ഒന്നിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മളെ ഫീൽഡിനായിട്ട് യോജിച്ചതെന്ന് നോക്കണം. റൂറൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ ഹൈ സ്കിൽഡ് വർക്കർ സ്ട്രീം ആണോ അല്ലെങ്കിൽ സെമി സ്കിൽഡ് വർക്കർ പാത്വേ ആണോ അല്ലെങ്കിൽ ഏതാണോ ഇപ്പോൾ ഹെൽത്ത് കെയറിലുള്ള ഹോം കെയർ സപ്പോർട്ട് വർക്കർ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഹോം കെയർ ഗിവർ പ്രോഗ്രാമോ ഇതിലേതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് യോജിച്ചതെന്ന് മനസ്സിലാക്കി അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രീമിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ ഒരു PNP പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രീമിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിനേക്കാൾ നല്ലത് നമ്മൾ മറ്റൊന്ന് കണ്ട് അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല. അറ്റ് നമുക്ക് ഒരു പാത്വേ ഒരു പ്രോഗ്രാമിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, ഏതിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് സ്കോർ കൂടുതലുള്ളത്, ചാൻസ് ഉള്ളത്, അപ്പൊ അതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഒന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് RCIP എന്നും RCIPയുടെ ഡ്യൂറേഷൻ എത്രയാണെന്നും എത്രത്തോളം ആപ്ലിക്കേഷനുകൾ ഒരു വർഷത്തിൽ പ്രോസസ് ചെയ്യുന്നു അതുപോലെ ഏതൊക്കെയാണ് RCIPയിലും FCIPയിലും വരുന്ന കമ്മ്യൂണിറ്റികളെന്നും അതിലെങ്ങനെയാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ PR സാധ്യതയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് RCIPയുടെ കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും 3 കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് RCIPയുടെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഒന്നായ കമന്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ആ അപ്ഡേറ്റ്സ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന് പറയുന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെടാത്തവരെ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ചാനലിലെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമല്ല ട്രാവൽ വീഡിയോസും അതുപോലെ ഫുഡ് വ്ളോഗ്സും അതുപോലെ കാനഡയെ പറ്റിയുള്ള രസകരമായ പല കാര്യങ്ങളും പറയുന്ന ഒരു ചാനൽ കൂടിയാണിത്. അപ്പോൾ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഫർമേറ്റീവ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. Have a great one. Be happy, stay positive.